നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഔദ്യോഗികമായി തന്നെ മാലിദ്വീപ് മാപ്പ് പറയണം എന്നുള്ള ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മാലിദ്വീപിലെ പ്രതിപക്ഷ പാർട്ടിയായ മാലിദ്വീപ് ജുമൂരി പാർട്ടി പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ഒട്ടും വൈകാതെ തന്നെ ഇന്ത്യയോട് ക്ഷമ ചോദിക്കണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ക്ഷമ ചോദിക്കണം എന്നാണ് ഇവർ പറയുന്നത്. മുയ്സുവിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് പ്രതിപക്ഷം ഈ തരത്തിലുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തെക്കുറിച്ചും പ്രത്യേകിച്ചും അയൽ രാജ്യത്തെക്കുറിച്ച് പരസ്പര ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയും നടത്താൻ പാടില്ലായിരുന്നു. നമ്മുടെ രാജ്യത്തോട് നമുക്ക് ഒരു ബാധ്യതയുണ്ട്, അത് പരിഗണിക്കപ്പെടണം എന്നുകൂടി ഇവർ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, മുഹമ്മദ് മുയ്സുവിന് മുൻപുണ്ടായിരുന്ന പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ഇക്കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നും അതുകൊണ്ട് തന്നെ രാജ്യത്ത് ആ സമയത്ത് വികസനം ഉണ്ടായിരുന്നു എന്നും പ്രതിപക്ഷ പാർട്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഔട്ട് എന്നുള്ള ഒരു ക്യാമ്പയിൻ ആ കാലത്ത് മാലിദ്വീപിൽ നിരോധിച്ചതെന്നും പറയപ്പെടുന്നു. നിലവിലെ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ചൈന സന്ദർശനത്തിന് ശേഷം നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യൻ സർക്കാരിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മികഴ്ത്തിക്കാട്ടുന്ന തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പരാമർശത്തിൽ മാപ്പ് പറയേണ്ടതുണ്ട് എന്നും ഖാസിം ഇബ്രാഹിം പറയുന്നുണ്ട്. അതേസമയം മുയ്സുവിന്റെ പ്രസിഡന്റ് കസേര തെറിക്കാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഇംപീച്ച്മെന്റ് പ്രമേയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മാലിദ്വീപിലെ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അങ്ങനെ മോദിയോട് പറഞ്ഞ ഒരു വിവാദ പരാമർശം അല്ലെങ്കിൽ അപക്വ പരാമർശം, അതിന്റെ പേരിൽ ഇപ്പോൾ ഏറ്റവും അധികം തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും രൂക്ഷമായിരിക്കുന്നത് മാലിദ്വീപിൽ തന്നെയാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം അവിടുത്തെ പാർലമെന്റിനുള്ളിൽ പോലും ഒരു കൂട്ടത്തല്ല് നടക്കുകയുണ്ടായി. ഇനി ലോകം കാത്തിരിക്കുന്നത് മാലിദ്വീപ് ഇന്ത്യയോട് മാപ്പ് പറയുമോ, അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മാപ്പ് ചോദിക്കുമോ എന്നത് മാത്രമാണ്. നിലവിൽ എന്തായാലും മാലിദ്വീപിലെ മിക്ക പ്രതിപക്ഷ പാർട്ടികളും അവരുടെ നിലപാട് ഈ വിഷയത്തിൽ കടുപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.